Blessing today. ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഷീല സുധാകരൻ ഫ്രം രാജാക്കാട്. അതുപോലെ തന്നെ മറ്റൊരു കുടുംബം കൂടെയുണ്ട്, ജോർജ് മത്തായി ആൻഡ് മേരി ജോർജ് ഫ്രം കോട്ടയം. ഈ രണ്ട് കുടുംബങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കാനായി പോവുകയാണ്. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഷീല സുധാകരന് വേണ്ടി, തൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തൻ്റെ ശരീരത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യം ഇറങ്ങി വരട്ടെ, പൂർണ്ണമായ വിടുതൽ സംഭവിക്കട്ടെ, മുഴകൾ അപ്രത്യക്ഷമാകട്ടെ, കർത്താവിൻ്റെ കരം തൻ്റെ മേൽ വന്ന് ചേരട്ടെ. അജിത് കുമാർ തൻ്റെ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ആ മകനെ അങ്ങ് അനുഗ്രഹിക്കണമേ, അവൻ്റെ ബുദ്ധിയെ അനുഗ്രഹിക്കപ്പെടട്ടെ, മാനസിക തലത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവെ, തൻ്റെ കൊച്ചു മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചിന്നുവിൻ്റെ മേൽ കർത്താവിൻ്റെ കരം അങ്ങ് വെച്ച് തൻ്റെ സംസാര ശേഷി യേശുവിൻ്റെ നാമത്തിൽ അത് നോർമലാകട്ടെ എന്ന് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അടുത്തതായി ജോർജ് മത്തായിക്കും മേരി ജോർജിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ മകൾ ആലീസ് ജോർജിനെ അനുഗ്രഹിക്കണമേ, അവരുടെ വിവാഹത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ. മകൻ മാത്യു ജോർജിനും ഭാര്യ സ്വപ്നയ്ക്കുമായി പ്രാർത്ഥിക്കുന്നു. അവരുടെ മകൻ നിശാന്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തിലേക്ക് അനുഗ്രഹങ്ങൾ വന്നു ചേരട്ടെ, വിദ്യാഭ്യാസ നന്മകൾ നിശാന്തിൻ്റെ മേൽ വന്നു ചേരട്ടെ. മകൾ മഹിമയ്ക്കും ഹസ്ബൻഡിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ മക്കളെ കർത്താവെ അനുഗ്രഹിക്കണമേ. ക്രിസ്റ്റിയെയും ബെഞ്ചിയെയും എല്ലാ നന്മകളാലും അങ്ങ് അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യണമേ. കർത്താവെ, ഈ കുടുംബത്തെ ധാരാളമായി അങ്ങ് അനുഗ്രഹിച്ചതിനായി ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ, അമേൻ. ഷീലയോടും ജോർജിനോടും ആ കുടുംബത്തോടുമുള്ള പ്രത്യേകമായ നന്ദിയെ ബ്ലെസ്സിംഗ് ടുഡേയുടെ പേരിൽ ഈ സമയത്ത് അറിയിക്കുന്നു. എല്ലാ നന്മകളാലും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മഹാരാഷ്ട്രയിൽ നവി മുംബൈയിൽ നടന്ന, വാശിയിൽ നടന്ന ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ നടന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമാണ് ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ബ്രദർ ഡാമിയൻ അവരുടെ പേര് വിളിച്ചു എന്നാണ് അവർ പറയുന്നത്. എന്താണ് അവരുടെ പേര്? എന്താണ് കർത്താവ് അവർക്ക് കൊടുത്ത സൗഖ്യം? ദയവായി ഇനിയുള്ള മിറക്കിൾസ് ടുഡേയിൽ കണ്ടാലും. ബ്രദർ, ഈ സഹോദരിയുടെ പേര് ഗീത എന്നാണ്. 39 വയസ്സുണ്ട്. വയസ്സ് പറയാനൊരു കാരണം കൂടിയുണ്ട്. വയസ്സ് പറഞ്ഞോട്ടെ എന്ന് വെച്ചപ്പോൾ പറഞ്ഞോളാൻ പറഞ്ഞു. ഓക്കെ. 9ാമത്തെ വയസ്സിൽ ഈ സഹോദരിക്ക് ശ്വാസമുട്ട് തുടങ്ങി. കടുത്ത ശ്വാസമുട്ടായിരുന്നു. ഉറങ്ങാൻ പറ്റില്ല, രാത്രി മുഴുവൻ കുത്തിയിരിക്കുമായിരുന്നു. വളരെ ചെറുപ്രായത്തിൽ തുടങ്ങി തന്നെ പഫ് യൂസ് ചെയ്യുമായിരുന്നു. അത് ഒരു ദിവസം 2 പ്രാവശ്യം പഫ് യൂസ് ചെയ്യണമായിരുന്നു. 30 വർഷം കഠിനമായിട്ടുള്ള ശ്വാസമുട്ടൽ കൊണ്ടാണ് ഈ സഹോദരി ജീവിച്ചത്. എന്നാൽ കഴിഞ്ഞ വർഷം 2012 കഴിഞ്ഞ വർഷം നവംബർ മാസം TV പ്രോഗ്രാമിലൂടെ, നവംബർ മാസം 27-ാം തീയതി TV പ്രോഗ്രാമിലൂടെ ഡാമേൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഗീത എന്ന് പറയുന്ന വ്യക്തിയെ ശ്വാസമുട്ടിൽ നിന്നും ദൈവം സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞു. ഏകദേശം 21 വർഷത്തോളം ആസ്മ രോഗം അനുഭവിക്കുന്ന ഗീത എന്ന പേരുള്ള ഒരു സഹോദരിയെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കും. 21 years ആ ഫിഗർ എനിക്ക് കാണാം. യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തി സൗഖ്യമാകട്ടെ. 1.5 വർഷമായിട്ട് ഈ സഹോദരി TV പ്രോഗ്രാം കാണുന്നുണ്ടായിരുന്നു. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നു. എന്നാൽ അതിനുശേഷം വളരെ പെട്ടെന്ന് ശരീരം വിറയ്ക്കുന്ന പോലെ തോന്നി. വളരെ പെട്ടെന്ന് അതിന് ശേഷം സൗഖ്യമാകാൻ തുടങ്ങി. ഇപ്പോൾ 6 മാസമായിട്ട് താൻ ഇംഗ്ലീഷ് മരുന്ന്, അതുപോലെയുള്ള ഹോമിയോ മരുന്നുകളെല്ലാം താൻ കഴിക്കുമായിരുന്നു. അതെല്ലാം നിർത്തി. കഴിഞ്ഞ 6 മാസമായിട്ട് തനിക്ക് യാതൊരു ശ്വാസതടസ്സമില്ല. താൻ പരിപൂർണമായും സൗഖ്യമായി. കൈകളടിച്ച് യേശുവിന് നന്ദി പറയാം. പേര് എന്താണ്? ശരിയാണ്. വർഷങ്ങൾ കൊണ്ട് ശ്വാസമുട്ടൽ അനുഭവിക്കുന്ന ഗീത എന്ന വ്യക്തിക്ക് ഇപ്പോൾ സൗഖ്യം കൊടുക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ വിശ്വസിച്ചു ഞാൻ തന്നെ ആണെന്ന് എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ പറഞ്ഞു. എൻ്റെ പേര് ബ്രദറെ വിളിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞു. ഞാൻ അതിൽ വളരെ
ഞാൻ സന്തോഷിക്കുന്നു. യേശുവാണ് എൻ്റെ അസുഖം. അതിനുശേഷം ഉണ്ടായ മാറ്റം എന്താണ്? ഇപ്പോൾ ശ്വാസം മുട്ടലില്ല. ഇപ്പം വളരെ വ്യത്യാസമുണ്ട്. വളരെ ഒട്ടുമേ ഇല്ല ശ്വാസം മുട്ടല്. പഫ് 2 പ്രാവശ്യം ഉപയോഗിക്കുമായിരുന്നു. രാവിലെയും വൈകിട്ടും പഫ് ഉപയോഗിക്കണമായിരുന്നു. എനിക്ക് ജോലിക്ക് പോകാൻ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഒരു കുഴപ്പമില്ല. ഞാൻ വളരെ വിശ്വസിക്കുന്നു, യേശുവിൽ വിശ്വസിക്കുന്നു. 6 മാസമായി ഈ പ്രശ്നം വന്നിട്ടില്ല. ഇല്ല. ആ പേര് കൃത്യമായി വിളിച്ചു പറഞ്ഞ് രോഗം പറഞ്ഞ് കർത്താവ് സൗഖ്യമാക്കി. കൈകളടിച്ച് യേശുവിന് നന്ദി പറയാം. കർത്താവ്, ഗീതയുടെ പേര് അറിയാമെങ്കിൽ എല്ലാവരുടെയും പേര് അങ്ങേക്കറിയാം. ചിലതെല്ലാം സാമ്പിളായി അങ്ങ് പറയുന്നതേ ഉള്ളൂ. ഇവളെ സൗഖ്യമാക്കി അതേ കർത്താവ് വർഷങ്ങളായി രോഗങ്ങളിൽ നട്ടം തിരിയുന്നവർ യേശുവിൻ്റെ നാമത്തിൽ ഈ സാക്ഷ്യം കേൾക്കുന്നതോട് ചേർന്ന് സൗഖ്യമാകട്ടെ. കർത്താവ് അങ്ങനെ ചെയ്തതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഇനി ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് പോകാം. ഇന്നലെ നിങ്ങൾ കണ്ട ആ ദൈവ സന്ദേശത്തിൻ്റെ 2ാം ഭാഗമാണ് ഇനി നിങ്ങൾ കാണാനായിട്ട് പോകുന്നത്. ഇന്നും വിശ്വാസം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. അന്ന് ബ്രദർ ഡാമിയൻ ഒരു ഉദാഹരണം പറഞ്ഞിരുന്നു. നയമാൻ എന്ന് പറഞ്ഞ ബൈബിളിലെ ഒരു ക്യാരക്ടറാണ്. അദ്ദേഹം ഒരു നദിയിലേക്ക് ഇറങ്ങാൻ ഒരു പ്രവാചകൻ അദ്ദേഹത്തിനോട് ആവശ്യപ്പെടുന്നു. ആദ്യം കുറച്ച് വിസമ്മതിച്ചെങ്കിലും പിന്നീട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് സംഭവിച്ച എന്താണ്? ഇതുപോലെ വിശ്വാസത്താൽ ചിലതിലേക്ക് നാം ഇറങ്ങുമ്പോൾ ദൈവം എന്താണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്നത് എന്ന് പഠിപ്പിക്കുന്ന മനോഹരമായ ഒരു ക്ലാസ് ആണ് ഇന്ന് ബ്രദർ ഡാമി നൽകാൻ പോകുന്നത്. ദയവായി ശ്രദ്ധിച്ചാലും എഴുതിയെടുക്കണം. കർത്താവിന്റെ നന്മകൾ. According to the legal standard of God, there is no one righteous. ഈ വേദവചനം അനുസരിച്ച് ദൈവത്തിന്റെ നിയമമായി, നിയമാനുസൃതമായി, ന്യായപ്രമാണം അനുസരിച്ച് ഒരു വ്യക്തിയും നീതിമാനാകയില്ല. But I have a good news. എന്നാൽ ഇന്ന് രാത്രി എനിക്ക് നിങ്ങളോട് ഒരു സദ്വർത്തമാനം, നല്ല വാർത്ത പറയാനുണ്ട്. I am declaring a great good news in this blessing festival. ഈ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ ഒരു വലിയ സദ്വർത്തമാനം ഞാൻ ഇവിടെ പ്രഖ്യാപിക്കാൻ പോകുകയാണ്. Are you ready to hear that? ആ വലിയ വാർത്ത, നല്ല വാർത്ത കേൾക്കാൻ നിങ്ങൾ തയ്യാറാണോ? Are you ready? തയ്യാറാണെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞാലും. Read the next verse, verse 21. എന്നാൽ അത് തയ്യാറാണെങ്കിൽ 21ാമത്തെ വചനം ഇപ്പോൾ വായിക്കാൻ തുടങ്ങിയാലും. But now righteousness from God apart from the law has been made known, to which the law and the prophets testify. 21ാമത്തെ വചനം പറഞ്ഞു. എന്നാൽ ഇപ്പോഴാകട്ടെ ദൈവത്തിൽ നിന്നുള്ള നീതി ന്യായപ്രമാണം കൂടാതെ പ്രത്യക്ഷമായിരിക്കുന്നു. In the Old Testament everything came through the law. പഴയ നിയമത്തിൽ സകല കാര്യങ്ങളും മനുഷ്യരിടയിലേക്ക് ദൈവിക കാര്യങ്ങൾ വന്നു ചേർന്നത് ന്യായപ്രമാണത്തിലൂടെയായിരുന്നു. If only you obey the commandments of the law, the 10 commandments and all the other law, you will be righteous. ആ പഴയ നിയമത്തിൽ നിങ്ങൾ ദൈവത്തിന്റെ കൽപ്പനകൾ, 10 കൽപ്പന മാത്രമല്ല മറ്റനേക കൽപ്പനകൾ പഴയ നിയമത്തിലുണ്ട്. ആ കൽപ്പനകളെല്ലാം അച്ചട്ടായി അനുസരിച്ചാൽ മാത്രമേ നിങ്ങൾ ഒരു നീതിമാനായി തീരുകയുള്ളൂ. But nobody could follow or obey the law. എന്നാൽ ഇത്രായിരക്കണക്കിന് കൽപ്പനകൾ ഒരാൾക്ക് പോലും അനുസരിച്ച് നിവർത്തിക്കാൻ സാധ്യമല്ലായിരുന്നു. The law came through Moses. നിയമം അഥവാ പ്രമാണം മോശയിലൂടെയാണ് ഇറങ്ങി വന്നത്. And one commandment says, thou shalt not kill. ഒരു നിയമം പറയുകയാണ്, നിങ്ങൾ കൊല ചെയ്യരുത്. But Moses was a murderer. എന്നാൽ മോശയുടെ കാര്യം നോക്കൂ, മോശ ഒരു കുലപാതകനായി തീർന്നിരുന്നു. He himself had violated the law. മോശ തന്നെ ആ നിയമം തള്ളിക്കളഞ്ഞവനായിരുന്നു. David violated the law. അതുപോലെ തന്നെ ദാവീദിനെ നോക്കിക്കഴിഞ്ഞാൽ 10 കൽപ്പനയിലെ ഒരു കൽപ്പന നിയമ ലംഘനം നടത്തിയവനായിരുന്നു. All the high priests and all the law priests and all the other priests all violated the law. എല്ലാ മുഖ്യ പുരോഹിതന്മാരും എല്ലാ സാധാരണ പുരോഹിതന്മാരും ഇസ്രായേലിന്റെ ചരിത്രത്തിൽ നോക്കിയാൽ എല്ലാവരും കൽപ്പനകളെ നിയമ ലംഘനം നടത്തിയവരായിരുന്നു. At that point God said, there is no one righteous in this world. അതുകൊണ്ട് ന്യായപ്രമാണത്തെ നിർത്തിക്കൊണ്ട് ദൈവം പറയുകയാണ്, ഒരുത്തൻ നീതിമാനായിട്ടില്ല. Then God said, എന്നിട്ട് ദൈവം പറയുകയാണ്, you all failed. നിങ്ങൾ എല്ലാവരും തെറ്റിപ്പോയി. 0 mark. നിങ്ങൾക്ക് എല്ലാവർക്കും 0 മാർക്ക്.
but something else I'm going to do. എന്നാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചില കാര്യം ചെയ്യാൻ പോകുകയാണ്. Let the law be there. ആ നിയമം അവിടെ ഇരിക്കട്ടെ. I'm going to give you another righteousness. ഞാൻ നിങ്ങൾക്ക് മറ്റൊരു നീതി നൽകാൻ പോകുകയാണ്. Verse number 22. 22. This righteousness from God comes through faith in Jesus Christ to all who believe. അവിടെ എഴുതിയിരിക്കുന്നു ദൈവത്തിൽ നിന്നുള്ള ഈ നീതി. Yes. ഒന്ന് ചേർന്ന് പറയാമോ? ഈ നീതി, ദൈവത്തിൽ നിന്നുള്ള ഈ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ് ലഭ്യമാകുന്നത്. There is no difference. ഒരു വ്യത്യാസവുമില്ല. Hallelujah. Hallelujah. Whether you have kept the commandments or not, if you believe in Jesus, God says, I'm going to give you a very special, perfect righteousness from me. പഴയ നിയമത്തിൽ ദൈവം കൊടുത്തിട്ടുള്ള കൽപ്പനകൾ നിങ്ങൾ അനുസരിക്കുന്നോ ഇല്ലയോ അതല്ല ദൈവം നോക്കുന്നത്. ഞാൻ അയച്ചിട്ടുള്ള യേശു ക്രിസ്തുവിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ട്. ആ വിശ്വാസം അതൊരു നീതിയായി പരിണമിക്കാൻ പോകുകയാണ്. There is no difference, for all have sinned and fall short of the glory of God. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സിൽ നിന്ന് അകന്നു പോയിരിക്കുന്ന ഒരു വ്യത്യാസവുമില്ല. Verse number 24 says, and are justified freely by his grace through the redemption that came by Christ Jesus. 24-ാമത്തെ വചനം, എങ്കിലും അവിടുത്തെ കൃപയാൽ ക്രിസ്തു യേശു മുഖേനയുള്ള വീണ്ടെടുപ്പിലൂടെ അവർ സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു. Somebody shout hallelujah. ആരെങ്കിലും ഒക്കെ കൈയുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാൽ. All sinned. എല്ലാവരും പാപം ചെയ്തു കഴിഞ്ഞു. But Jesus says, എന്നാൽ യേശു എന്താ പറയുന്നത്? if you believe in me, I'm going to give you my righteousness free. നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ യേശു പറയുകയാണ്, എന്റെ നീതി ഉണ്ടല്ലോ, എന്റെ നീതി, ആ നീതി എന്നിൽ വിശ്വസിക്കുന്നവർക്ക്, ബാക്കി പറഞ്ഞോട്ടെ, ഞാൻ സൗജന്യമായി അങ്ങ് തന്നേക്കാമെന്ന്. Hallelujah. Praise God. Praise God. Righteousness means right stand with God and man. നീതി എന്ന വാക്കിന്റെ അർത്ഥം ദൈവത്തോടും മനുഷ്യരോടും ശരിയായ വിധത്തിലുള്ള സമീപനം. Hallelujah. ഹല്ലേലൂയ. The simplest term. ഏറ്റവും ലളിതമായിട്ടുള്ള ഒരു നിർവചനമാണിത്. Can you shout hallelujah? ഒരു വലിയ ഹല്ലേലൂയ പറഞ്ഞാലോ? Hallelujah. ഹല്ലേലൂയ. You know our Adam, the first man. നിങ്ങൾക്കറിയാം നമ്മുടെ ആദം, ആദ്യത്തെ മനുഷ്യനായ ആദം. He was innocent till he sinned. അദ്ദേഹം പാപം ചെയ്യുന്നത് വരെ നിഷ്കളങ്കനായിരുന്നു. But when he sinned, he became unrighteous. എന്നാൽ പാപം എപ്പോൾ ചെയ്തോ ആ നിമിഷം മുതൽ അവൻ നീതിമാൻ അല്ലാതെയായി മാറി. And we all are great grandchildren of the first Adam. നിങ്ങൾക്കറിയാം നമ്മൾ എല്ലാവരും ആ ആദ്യത്തെ ആദാമിന്റെ ഏറ്റവും കൊച്ചു മകനോ മകളോ ആയിരിക്കും നമ്മൾ എല്ലാവരും. But Jesus is called the last Adam. എന്നാൽ യേശുവിനെ പേർ വിളിക്കുന്നത് അവസാനത്തെ ഒടുക്കത്തെ ആദാം എന്ന പേരിലാണ്. And he is the perfect righteous one. എന്നാൽ അവനാണ് യഥാർത്ഥ നീതിമാൻ, തികഞ്ഞ നീതിമാൻ എന്നുള്ളത്. Do you know the difference between the first Adam and the last Adam? ബൈബിൾ ഭാഷയിലാണ് ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത്. ആദ്യത്തെ ആദാമും ഏദൻ തോട്ടത്തിലെ ആദാമും ഒടുക്കത്തെ ആദാം, അതായത് ക്രിസ്തു, യേശു ക്രിസ്തു എന്ന് ബൈബിളിൽ ഒടുക്കത്തെ ആദാം എന്ന് പേർ വിളിക്കുന്ന യേശു ക്രിസ്തുവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? The first Adam was innocent until he sinned. ആദ്യത്തെ ആദാം താൻ പാപം ചെയ്യുന്നത് വരെ നിഷ്കളങ്കനായിരുന്നു. The last Adam, Jesus, is righteous, and the speciality is that he cannot sin. എന്നാൽ ഒടുക്കത്തെ ആദാമിന്റെ പ്രത്യേകത, അവൻ എന്നേക്കും നീതിമാനാണ്, അവൻ ഒരിക്കലും പാപം ചെയ്യാൻ സാധിക്കാത്തവനുമായിരുന്നു. Hallelujah. ഒരു ഹല്ലേലൂയ പറഞ്ഞാലോ? Adam was innocent in the beginning, but he could sin. എന്നാൽ ഏദൻ തോട്ടത്തിലെ ആദ്യത്തെ ആദം അവനും സൃഷ്ടിക്കപ്പെട്ടപ്പോൾ നിഷ്കളങ്കനായിരുന്നു, പാപമില്ലാത്തവനായിരുന്നു. പക്ഷെ പാപം ചെയ്തപ്പോൾ അവന്റെ നിഷ്കളങ്കത He was പോയി. innocent before the fall. ഈ വീഴ്ചയ്ക്ക് മുൻപ് മാത്രമാണ് അവൻ നിഷ്കളങ്കനായിരുന്നത്. But Jesus cannot sin
cannot commit any sin. എന്നാൽ ഒടുക്കത്തെ ആദമായ യേശു ഒരിക്കലും പാപം ചെയ്തിട്ടില്ല. I have a good news. എനിക്ക് നിങ്ങളോട് നല്ല വാർത്ത പറയാനുണ്ട്. Today, when we believe in Jesus, we are born of not the first Adam but the last Adam. ഓർക്കുക, ഇന്ന് രാത്രിയിൽ നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുമ്പോൾ നിങ്ങൾ ആദ്യത്തെ ആദാമിന്റെ മക്കളുടെ രൂപത്തിൽ ശരീരത്തിൽ ഇപ്പോൾ ജീവിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ ആദ്യത്തെ ആദാമിന്റെ മക്കളല്ല, ആത്മികമായി ഒടുക്കത്തെ ആദാമിന്റെ മക്കളായി നിങ്ങൾ തീരുകയാണ്. Hallelujah. എത്ര പേർ ചേർന്നൊരു ഹല്ലേലൂയ പറയും? That means God wants to give us a new nature. അതിന്റെ അർത്ഥം ഇതാണ്, ദൈവം നിങ്ങൾക്കൊരു പുതിയ സ്വഭാവം നൽകുകയാണ്. That is God's nature. അത് ദൈവികമായ സ്വഭാവമാണ്. That is Jesus' nature. അത് യേശുവിന്റെ സ്വഭാവമാണ്. Hallelujah. ഹല്ലേലൂയ. God is always right. ദൈവം എല്ലായ്പ്പോഴും നീതിമാനാണ്. Now his nature is going to be imparted to us. അതുകൊണ്ട് അവന്റെ സ്വഭാവം നമ്മുടെ ജീവിതത്തിലേക്ക് അവൻ പകർന്നു നൽകുകയാണ്. Now here you may have a doubt, how can this happen in my life? ഒരുപക്ഷെ നിങ്ങൾക്ക് ഇവിടെ ചില സംശയങ്ങൾ ഉണ്ടായിരിക്കാം, എന്റെ ജീവിതത്തിൽ എങ്ങനെ ദൈവികമായ സ്വഭാവങ്ങൾ വന്നു ചേരും? Now this is very important. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. In the Old Testament, I'm going to give an example from the Old Testament. പഴയ നിയമത്തിൽ നിന്ന് ദൈവികമായ സ്വഭാവങ്ങൾ എങ്ങനെ നമുക്ക് പ്രാപിക്കാം എന്നതിനുള്ള ഒരു തെളിവ് ഞാൻ നിങ്ങൾക്ക് നൽകാൻ പോകുകയാണ്. This is from 2 Kings, the book of Kings, 2 Kings. രണ്ട് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്നാണ് ഇനിയിപ്പോൾ ഞാൻ പറയാൻ There പോകുന്നത്. was a commander in chief called Naaman. ഇവിടെ ഒരു വലിയൊരു സൈന്യാധിപൻ ഉണ്ടായിരുന്നു. അവന്റെ പേര് നയമാൻ എന്നായിരുന്നു. And he had leprosy all over his body. അവന്റെ ശരീരത്തെ മുഴുവൻ കുഷ്ഠരോഗ ബാധിതനായിരുന്നു അവൻ. But there was a servant girl in his home. അവന്റെ വീട്ടിൽ ഒരു ബാല്യക്കാരത്തി, ഒരു വീട്ടുജോലിക്കാരി, ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. She was an Israelite girl. അവൾ ഒരു യഹൂദ പെൺകുട്ടിയായിരുന്നു. She said to this Naaman, Master, if you can go to Israel, there is a prophet of God, and the prophet of God can heal you from leprosy. ആ പെൺകുട്ടി ഈ യജമാനനായിട്ടുള്ള നയമാനോട് പറയുമായിരുന്നു, നയമാനെ, നിങ്ങൾ ഇസ്രായേലിൽ ചെല്ലുകയാണെങ്കിൽ അവിടെ ദൈവത്തിന്റെ ഒരു പ്രവാചകൻ ജീവിച്ചിരിപ്പുണ്ട്. അവന്റെ അടുക്കൽ ചെന്നാൽ അവൻ പ്രാർത്ഥിച്ചാൽ നിന്റെ കുഷ്ഠം സുഖപ്പെടും. Oh, how can that happen? ഇതെങ്ങനെ സംഭവിക്കും? നയമാൻ ചോദിച്ചു. So he started from his palace with a lot of gifts, gold, silver, so many dress, etc. for the man of God to give us a gift. സംഭവിച്ചെന്നറിയാമോ? നയമാൻ തന്റെ കൊട്ടാരത്തിൽ നിന്ന് ആവശ്യത്തിലധികം സ്വർണവും പണവും മറ്റ് സമ്മാനങ്ങളും എല്ലാമായിട്ട് പ്രവാചകനെ കാണുവാനായി യാത്ര പുറപ്പെട്ടു. When he reached there, അദ്ദേഹം അവിടെ എത്തിയപ്പോൾ he knocked at the door of the prophet. ആ പ്രവാചകന്റെ വീടിന്റെ മുൻപിൽ അയാൾ കൊട്ടി വിളിച്ചു, മുട്ടി വിളിച്ചു. But the prophet did not come out. പക്ഷേ പ്രവാചകൻ പുറത്തേക്ക് ഇറങ്ങി വന്നില്ല. He knocked and knocked. വീണ്ടും അദ്ദേഹം മുട്ടി വിളിച്ചു. The prophet did not come. പ്രവാചകൻ ഇറങ്ങി വന്നില്ല. Instead, a disciple of the prophet came out. പകരം പ്രവാചകന്റെ ഒരു ശിഷ്യനാണ് പുറത്തിറങ്ങി വന്നത്. The prophet asked the boy to tell Naaman some instructions. പ്രവാചകൻ തന്റെ ഭൃത്യന്റെ അടുക്കൽ, നയമാന്റെ അടുത്ത് ചില നിർദ്ദേശങ്ങൾ പറഞ്ഞു കൊടുത്തു വിടുകയാണ് ചെയ്തത്. You go directly to river Jordan and dip yourselves 7 times. പ്രവാചകൻ ശിഷ്യന്റെ അടുക്കൽ പറഞ്ഞു വിട്ട നിർദ്ദേശം ഇതായിരുന്നു, നയമാനെ, നീ നേരെ യോർദാൻ നദിയിലേക്ക് ചെന്ന് അവിടെ ചെന്ന് 7 പ്രാവശ്യം മുങ്ങി കുളിക്കുക. You know what happened? എന്താ സംഭവിച്ചത് നിങ്ങൾക്കറിയാമോ? Naaman was very angry. നയമാൻ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര ദേഷ്യമായി. See, I am an honorable person. ഞാനൊരു വളരെ മാന്യതയുള്ള പുരുഷനാണ്. This prophet even did not come out of his home, his office. ഇത്ര വലിയ ഉദ്യോഗസ്ഥനായി എന്റെ മുൻപിൽ ഈ പ്രവാചകൻ ഒന്ന് ഇറങ്ങി വന്നു പോലുമില്ല. And now he says to dip in that river 7 times. എന്ന് മാത്രമല്ല, കലങ്ങി മറിഞ്ഞിരിക്കുന്ന ആ നദിയിൽ പോയിട്ട് 7 പ്രാവശ്യം മുങ്ങാനുമാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. What is he saying? എന്തൊക്കെയാണ് പറയുന്നത്? Then he had a servant boy. Naaman had a servant boy. നയമാന് ഒരു ബാല്യക്കാരൻ ആ സമയത്തുണ്ടായിരുന്നു. And the boy said, Master, this is a very simple thing. Just try. If you get the healing, that is good. ആ
നയമാന്റെ ബാല്യക്കാരനപ്പൊ പറഞ്ഞു, Very simple. യജമാനനെ ഇത് വളരെ നിസ്സാരമായ ഒരു കാര്യമല്ലേ, ഇനിയെങ്ങാനും മുങ്ങി പൊങ്ങുമ്പോൾ അസുഖം മാറിയാൽ അതൊരു വലിയ കാര്യമല്ലേ, അതുകൊണ്ട് നമുക്കതങ്ങ് ചെയ്തു നോക്കാമെന്ന് പറഞ്ഞു. So he gave away all his pride and arrogance and anger and he dipped in river Jordan. ഒടുവിലായിട്ട് നയമാൻ തന്റെ അഹങ്കാരവും തന്റെ പ്രൗഢിയും തന്റെ പ്രശസ്തിയും എല്ലാം താഴ്ത്തു വെച്ച് താൻ ആ നദിയിലേക്ക് മുങ്ങി. Number 1, ഒന്നാമതായി മുങ്ങി. 1, 2, 2, 3. 3. 7th time when he came out, his skin was as the skin of a small boy. 7ാം പ്രാവശ്യം അവൻ മുങ്ങി പൊങ്ങിയപ്പോൾ ബൈബിൾ പറയുന്നത് ഇങ്ങനെയാണ്, അവന്റെ ത്വക്ക് ഒരു ബാലന്റെ ത്വക്ക് പോലെ ശോഭിച്ചു. ഹല്ലേലൂയ! എത്ര മനോഹരമായ സന്ദേശമായിരുന്നു അത്. കർത്താവിന്റെ വലിയ അനുഗ്രഹങ്ങൾ കർത്താവ് ആ സന്ദേശത്തിനകത്ത് കുത്തി നിറച്ചു വെച്ചിട്ടുണ്ട്. ഈ മകൻ്റെ പേര് ബ്രിയാൻ. 10ാം ക്ലാസ്സിലെ എക്സാം എഴുതി നിൽക്കുന്നു. ഈ കുഞ്ഞിനെ ഇന്ന് ഈ അലയൻസ് ചർച്ച് ഹാളിൽ വെച്ച് നടന്ന മീറ്റിങ്ങിൽ നടന്ന സാക്ഷ്യം, ആരാധനയിടയിൽ നടന്ന സാക്ഷ്യത്തെക്കുറിച്ച് പറയാനാണ് നിൽക്കുന്നത്. ഈ മകൻ പറഞ്ഞത് ഇതാണ്: ഏകദേശം 1 മാസത്തോളമായിട്ട് ഈ മകന് തൻ്റെ വലത്തെ ചെവിക്ക് കേൾവിക്കുറവ് വന്നിരുന്നു. ആ മകൻ പറഞ്ഞത് ഇങ്ങനെയാണ്, എന്തോ കൊട്ടിയടച്ച മാതിരി, എന്തോ അടഞ്ഞിരിക്കുന്ന മാതിരിയാണ് തോന്നുന്നത്. പക്ഷേ ഇന്നത്തെ ആരാധനയിൽ ബ്രദർ ഡാമിൻ പ്രത്യേകിച്ച് ഇങ്ങനെ ചില വാക്കുകൾ വിളിച്ചു പറഞ്ഞു. പരിശുദ്ധാത്മാവിനാൽ ചില വാക്കുകൾ പറഞ്ഞു. ഒരു ചെവി കേൾക്കാം, പക്ഷേ മറ്റേ ചെവി കേൾവിശക്തി കുറവുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം പരിശുദ്ധാത്മാവ് നൽകിയ വാക്കുകൾ വിളിച്ചു പറഞ്ഞപ്പോൾ ഈ മകൻ ഇവിടെ ആ സമയത്ത് ആരാധനയിടയിൽ നിന്നപ്പോൾ ഈ മകൻ പ്രത്യേകിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: ആ സമയത്ത് തൻ്റെ വലത്തെ ചെവി ചെറിയ രീതിയിൽ വേദനിക്കുന്ന പോലെ തോന്നി. ഇടത്തെ ചെവി കൂടുതൽ കേൾക്കുവാൻ സാധിക്കുമായിരുന്നു. ശരിയായ രീതിയിൽ കേൾവി ശക്തിയുണ്ട്. അതുപോലെ തന്നെയും തനിക്ക് തൻ്റെ വലത്തെ ചെവി കേൾക്കുവാൻ കഴിഞ്ഞു. ഏകദേശം 1 മാസത്തോളം തൻ്റെ ചെവിക്കുണ്ടായിരുന്ന പ്രശ്നത്തെ ഇന്ന് അലയൻസ് ചർച്ച് ഹാളിൽ വെച്ച് നടന്ന, വാശിയിൽ വെച്ച് നടന്ന ഇന്നത്തെ ഈ മീറ്റിങ്ങിൽ, ആരാധനയിൽ പരിശുദ്ധാത്മാവ് തൻ്റെ മകനെ തൊട്ടു. പറഞ്ഞ വാക്കുകൾ താൻ വിശ്വസിക്കുകയും അതിലൂടെ തനിക്കൊരു വലിയ വിടുതലുണ്ടായി. പൂർണ്ണമായിട്ടും തനിക്ക് ഇന്ന് തൻ്റെ ഈ വലത്തെ കാത് കേൾവി ശക്തി ലഭിച്ചു. നമുക്ക് ഈ മകനോട് തന്നെ ചോദിക്കാം, ഇത് എത്ര നാളായി ഉണ്ടായിരുന്നു, എന്താണ് ഇന്നത്തെ ആരാധന സംബന്ധിച്ചത്? മോനെ പറയാമോ, ഇത് എത്ര നാളെ ഉണ്ടായിരുന്നു? ഇന്നത്തെ ആരാധനയിൽ ബ്രദർ ഡാമിൻ എന്താണ് വിളിച്ചു പറഞ്ഞത്? ആ സമയത്ത് മോൻ എന്താണ് അനുഭവിച്ചത്? എൻ്റെ പേര് ബ്രയൻ. ഞാൻ 10ാം ക്ലാസ് എക്സാം കഴിഞ്ഞു. അപ്പോൾ ഇന്ന് 1 മാസത്തോളമായി എൻ്റെ ഈ റൈറ്റ് ചെവിയിൽ കൊട്ടി അടച്ച പോലെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു വേദന, സൂചി കുത്തുന്ന പോലെ ഒരു വേദന ഉണ്ടാകാറുണ്ട്. പക്ഷേ അത്ര സീരിയസ് അല്ലായിരുന്നു. പക്ഷേ കേൾവി ലെഫ്റ്റ് ഇയറിനെ പോലെ ഷാർപ്പല്ലായിരുന്നു. അപ്പോൾ ഇന്ന് ഈ വാശിയിലെ അലയൻസ് ചർച്ചിൽ ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ ബ്രദർ ഡാമിൻ ആരാധനയ്ക്കിടയിൽ ഇങ്ങനെ പറയാനുണ്ടായി, ഒരു ചെവി കേൾക്കാൻ പറ്റും, മറ്റേ ചെവി കേൾവിക്കുറവുള്ള ഒരു വ്യക്തിനെ യേശു തൊട്ട് സൗഖ്യമാക്കുന്നു എന്ന്. ഒരു കാതിന് പ്രയാസമുള്ളൊരു വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നുണ്ട്. യു ഹാവ് പ്രോബ്ലം വിത്ത് 1 ear. യു ഹാവ് പെയിൻ ഇൻ ദി ഇയർ ആൻഡ് യു ആർ ലൂസിങ് ഹിയറിംഗ്. But the Lord is restoring that hearing tonight. ആ നിമിഷം തന്നെ എൻ്റെ റൈറ്റ് ചെവിയിൽ എന്തോ സൂചി കുത്തുന്ന പോലെ വേദന വീണ്ടും ഉണ്ടായി. ആ വേദനയുടെ തൊട്ട് പുറകിൽ 1 സെക്കൻഡിൻ്റെ ഗ്യാപ്പ് പോലും ഇല്ലാതെ എൻ്റെ ചെവി അങ്ങ് തുറന്നു. ഞാൻ എൻ്റെ റൈറ്റ് ചെവി അടച്ചു, ലെഫ്റ്റ് ചെവി അടച്ചു, കേൾക്കാൻ പറ്റുമെന്ന് ടെസ്റ്റ് ചെയ്തു. എൻ്റെ ചെവി കംപ്ലീറ്റ്ലി ഓൾ റൈറ്റായി. പ്രൈസ് ജീസസ്. ഈ മകൻ പറയുന്നത് ഇന്നത്തെ ആരാധനയിൽ നടന്ന സൗഖ്യത്തെക്കുറിച്ച്. മോനെ, ഇത് TV പ്രോഗ്രാം കാണുന്ന ഒത്തിരി പേരുണ്ട്. കാരണം മോൻ ഇന്ന് ബ്രദർ ഡാമിൻ്റെ സിസ്റ്റർ ക്ഷമയുടെ ഈ മിനിസ്ട്രിയിലൂടെ കർത്താവ് ഇന്ന് അവരെ ഇവിടെ കൊണ്ടുവന്ന് മോനൊരു സൗഖ്യം ലഭിച്ചു. ഒരു പക്ഷേ ഈ TV പ്രോഗ്രാം കാണുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ അവരോട് മോൻ എന്താ പറയാനുള്ളത്? എനിക്ക് ആകെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ യേശുവിൽ നമ്മളുടെ വിശ്വാസം ഉറപ്പിച്ചാൽ, ഡാമിൻ ബ്രദർ ഇവിടെ പറഞ്ഞ പോലെ തന്നെ, നമ്മൾ യേശു നീതിമാനാക്കി കഴിഞ്ഞു. നമ്മൾ ആ വിശ്വാസത്തോടെ അങ്ങ് മുന്നേറിയാൽ മതി. നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് തകർച്ചകളൊക്കെ വന്നേക്കാം, പക്ഷേ യേശു നമ്മുടെ കൂടെ ഉള്ളിടത്തോളം കാലം ഒന്നും സംഭവിക്കില്ല. നമ്മളല്ല പിടിച്ചിരിക്കുന്നത്, യേശുവാ നമ്മുടെ കൈ പിടിച്ചിരിക്കുന്നത്. എന്നും ഇത് കാണുമ്പോൾ ഇത് രാവിലെ 7 മണിക്കായ കാരണം രാവിലെ എണീറ്റ ശേഷം ജീവിതത്തിൽ വരുന്ന മണിക്കൂറിൽ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് ബ്രദർ ഡാമിൻ കുറച്ച് സമയത്തിലൂടെ തന്നെ പറയുന്നുണ്ട്. പിന്നെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ധൈര്യം വരുന്നുണ്ട്. ബ്ലെസ്സിങ് ടുഡേയിൽ ശരിക്കും അനുഗ്രഹം വരുന്നുണ്ട്. ഇനി രോഗികൾക്ക് വേണ്ടി
പ്രാർത്ഥിക്കാനായി പോവുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ട്യൂമറുകൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ അപ്രത്യക്ഷമാകട്ടെ. കർത്താവിൻ്റെ അതിശക്തമായ കരം അങ്ങ് വെളിപ്പെടുത്തിയതിനായി ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളില്ലാതിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. അടുത്ത വർഷം ഈ സമയത്ത് അവരൊരു കുഞ്ഞിനെ ചുമന്നുകൊണ്ട് നിൽക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഇപ്പോൾ കുഞ്ഞുങ്ങൾ ഉണ്ടാകില്ല നിങ്ങൾക്ക്, പക്ഷെ നിങ്ങളെ നോക്കി യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രഖ്യാപിക്കുന്നു, നിങ്ങളൊരു അമ്മയായി തീരാൻ പോകുകയാണ്. നിങ്ങളെ നോക്കി നിങ്ങളൊരു അപ്പനായിട്ട്, ഒരു അച്ഛനായിട്ട് ഞാൻ നിങ്ങളെ നോക്കി പ്രഖ്യാപിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. അതേ വാക്കുകളുടെ ശക്തിയാൽ അത്ഭുതങ്ങൾ നടക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവാഹം കഴിയാത്ത കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുണ്ട്. വിവാഹം കഴിയാതെ വിഷമിക്കുകയാണ്. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ആ മക്കളുടെ വിവാഹം സമയത്ത് നടക്കട്ടെ, അത്ഭുതകരമായി നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. അങ്ങയുടെ നന്മകളാൽ അങ്ങ് നിറച്ചതിനായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. തുടർന്നുള്ള സമയങ്ങളിൽ ജൂലൈ മാസത്തിൽ നടക്കാൻ പോകുന്ന ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലുകളെ കുറിച്ച് നിങ്ങൾ കാണും. ആ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലുകൾ അറിയാവുന്നവർ, അതിനടുത്ത് താമസിക്കുന്നവർ ദയവായി ആ സ്ഥലത്ത് വന്ന് ചേരണം. അതുപോലെ തന്നെ പ്രത്യേകമായി ബ്രദർ ഡാമിൻ്റെ DVD അവൈലബിൾ ആണ്. താഴെ കാണുന്ന നമ്പറുകളിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് DVD ലഭിക്കുന്നതാണെന്ന് പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നു. കൊച്ചിൻ ബ്ലെസ്സിംഗ് സെൻറ്ററിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ വന്ന് ചേരണം എന്ന് പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നു. ലൈവ് ടെലികാസ്റ്റിലൂടെ പ്രോഗ്രാമുകൾ, സൺഡേ സർവീസിൻ്റെ പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കൂടുതൽ ഡീറ്റെയിൽസ് താഴെ ഞങ്ങൾ എഴുതി കാണിക്കുന്നുണ്ട്. അതിനനുസരിച്ച് മുന്നോട്ട് വരണമെന്ന് പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നു. അടുത്ത തിങ്കളാഴ്ച വീണ്ടും ബ്ലെസ്സിംഗ് ടുഡേ പ്രോഗ്രാമിലൂടെ ഒരുമിച്ച് കാണാം. പ്രാർത്ഥനയ്ക്കും മറ്റ് വിവരങ്ങൾക്കുമായി ഇപ്പോൾ തന്നെ വിളിക്കുക 0484 4 222 111 0484 422 111. ഞങ്ങളുടെ വെബ്സൈറ്റുകൾ www.themasterministries.org, www.blessingtoday.tv, ഇമെയിൽ info@blessingtoday.tv. ഞങ്ങളുടെ അഡ്രസ് ബ്ലെസ്സിംഗ് ടുഡേ, പോസ്റ്റ് ബോക്സ് നമ്പർ 2215, ഇടപ്പള്ളി PO, കേരള, ഇന്ത്യ 682024.